ബന്ധപ്പെട്ട് ഞാൻ ഒന്നുകൂടെ ഇന്നത്തെ വീഡിയോ തന്നെ ഒന്നുകൂടെ ആവർത്തിച്ചിടാം. ഇന്നലെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന്റെ ആൻസർ കുറച്ചു പേരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ആ ചോദ്യവും ഉത്തരവും ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഇന്ത്യൻ സൈന്യം വികസിപ്പിച്ച തദ്ദേശീയ ആന്റി ഡ്രോൺ ഗ്രിഡിന്റെ പേര് പറയാമോ എന്നായിരുന്നു ചോദ്യം ചോദിച്ചത്. അത് സാക്ഷം എന്ന് പറയുന്നതാണ് ഉത്തരം. സാക്ഷം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം: അഞ്ചാംപുര കായിക സ്റ്റേഡിയം ഏതാണ്? അഞ്ചാംപുര കായിക സ്റ്റേഡിയം ഏതാണ്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് അഞ്ചാംപുര കായിക സ്റ്റേഡിയം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് ഈ അഞ്ചാംപുര കായിക സ്റ്റേഡിയം. മറന്നുപോയവര് ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിച്ചാണ്. നൈട്രജൻ ആണ് വിമാനങ്ങളുടെ ടയറിൽ നിറക്കുന്ന വാതകം. നൈട്രജൻ ആണ് വിമാനങ്ങളുടെ ടയറിൽ നിറക്കുന്ന വാതകം. അതൊന്നും വേണമെങ്കിൽ തിരിച്ചു ചോദിക്കുക വേണമെന്നുണ്ടെങ്കിൽ. വിമാനങ്ങളുടെ ടയറിൽ നിറക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ. കൃത്യമായിട്ട് അതും ചോദിക്കാറുള്ള ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഡൈനാമിക് ആണ് ചലനത്തെ കുറിച്ചുള്ള പഠനം. ഡൈനാമിക് ആണ് ചലനത്തെ കുറിച്ചുള്ള പഠനം. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആര്? ഇന്ത്യയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ്. ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ ക്യാബിനറ്റ് സെക്രട്ടറി ആര്? ഇന്ത്യൻ ക്യാബിനറ്റ് സെക്രട്ടറി ആര്? ടി.വി. സോമനാഥൻ. ടി.വി. സോമനാഥനാണ് ഇന്ത്യൻ ക്യാബിനറ്റ് സെക്രട്ടറി. നാളത്തെ ചോദ്യം ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. അത് നാളെ നിങ്ങൾ ഉത്തരം പറയണം. കമന്റ് ബോക്സിൽ ഇടും എന്ന് പ്രതീക്ഷിക്കുന്നു. കേരള പാണിനി ആരാണ്? കേരള പാണിനി ആരാണ്? നാളെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഉത്തരം ഇടുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ഞാൻ ശിവദാസ് നന്ദിയായിട്ട് വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.